ഞാൻ അടുത്ത 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറും ഓരോ ഫാസ്റ്റ് ഫുഡ് വെച്ച് കഴിക്കാൻ പോവാണ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 ഫാസ്റ്റ് ഫുഡ്. ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ലെറ്റ്സ് സീ. സമയം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു വാച്ച് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സമയം തെറ്റിക്കത്തില്ല. ഈ ഒരു ചലഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബലൂണിനകത്ത് ഞാൻ ഓരോ ഫുഡ് ഐറ്റംസ് എഴുതിയിട്ടിട്ടുണ്ട്. ഈ ബലൂൺ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ആ ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്താലോ. എന്തെഴുതിയിരിക്കുന്നു? ഓർഡർ ബ്ലൈൻഡ് ഫോൾഡഡ് മക്ഡൊണാൾഡ്സ്. അതായത് കണ്ണും പൂട്ടി അവിടെ പോയി ഓർഡർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ മക്ഡൊണാൾഡ്സ് അങ്ങോട്ട് പോകാം. വാ. ഈ മക്ഡൊണാൾഡ്സ് എന്നാണ് പറയുന്നത്, മക്ഡൊണാൾഡ്സ് എന്നാണ് പറയുന്നത്. ഇയാളാന്ന് തോന്നുന്നു ഈ കടയുടെ ഓണർ. കണ്ണടയ്ക്കണം. ഇങ്ങനെയുള്ള ഷോപ്പിൽ കയറുമ്പോൾ ഒരു എക്സാമിന് കയറുന്ന ഫീലാണ്. കാരണം എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ഉടനെ തിരിച്ച് എന്തെങ്കിലും ചോദിക്കും. ഏത് സോസ് വേണം, ഏത് ചീസ് വേണം. അത് പേടിയുള്ളതുകൊണ്ട് ഞാൻ മെഷീൻ ത്രൂ ആണ് ഓർഡർ ചെയ്തത്. അവിടെയും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് കണ്ണും പൂട്ടി ഒരു ബർഗർ അങ്ങ് ഓർഡർ ചെയ്തു. ഇതിന്റെ പേരാണ് മാക്സ് സ്പൈസി പ്രീമിയം ചിക്കൻ ബർഗർ കോഷൻ ഹോട്ട്. കുറച്ച് എക്സ്പ്രഷൻ ഇടാം, അല്ലെങ്കിൽ വീഡിയോ കുളമാവും. ഇതിനകത്ത് ചീസുണ്ട്, പാറ്റിയുണ്ട്, പിന്നെ ഓംലെറ്റ് ഉണ്ട്. ഓംലെറ്റ് അല്ല, മുട്ടയുണ്ട്, എഗ്ഗ്, പിന്നെ കുറച്ച് പച്ചക്കറി, അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇതൊരു നല്ല തുടക്കമായിരിക്കണേ. സത്യം പറഞ്ഞാൽ എനിക്ക് ബർഗർ അങ്ങനെ തിന്നണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സദ്യക്ക് തിന്നുന്ന പോലെയാണ് തിന്നുന്നത്. ഇപ്പോൾ സമയം 12:10 ഇനി നമുക്ക് അടുത്ത് ഓർഡർ ചെയ്യേണ്ടത് 12:45. ഇതൊക്കെ അമേരിക്കക്കാർ കഴിക്കുന്നത്. അമേരിക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നമ്മളെപ്പോലെ പുട്ടൊന്നും അവർ കഴിക്കത്തില്ല. അവർ പ്രീമിയം, ഓൺലി പ്രീമിയം ലെവൽ സാധനം. അങ്ങനെ ഫസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞപ്പം നെക്സ്റ്റ് ബലൂൺ പൊട്ടിച്ചു. അപ്പം നമുക്ക് അടുത്ത ബലൂൺ പൊട്ടിക്കാം. അടുത്തായിട്ട് ഞാൻ ആണുങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ബ്ലൂ. ഓർഡർ ഫ്രം സീക്രട്ട് മെനു ഓഫ് സബ്വേ. സബ്വേയിലെ സീക്രട്ട് മെനു. കോട്ടയത്ത് സബ്വേ ഉണ്ടോ? നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് കോട്ടയത്താണ്. പക്ഷേ കോട്ടയത്ത് സബ്വേ ഉണ്ടോ? ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം സബ്വേ ഉണ്ട്. എടാ, കോട്ടയം മെട്രോപൊളിറ്റൻ സിറ്റിയാടാ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പന്തൽ കൃഷിയൊക്കെ ഉള്ളവരാ. അപ്പം ഓർഡർ 1 ഫ്രം സീക്രട്ട് മെനു ഓഫ് സബ്വേ. അപ്പം സബ്വേയിലെ സീക്രട്ട് മെനു ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ സബ്വേയിലോട്ട് പോവാണ്. ചേച്ചി, ഇവിടെ സീക്രട്ട് മെനു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സീക്രട്ട് മെനു ഇല്ല? എന്നൊരു ചിക്കൻ ടെരിയാക്കി സാൻഡ്വിച്ച്. ബ്രെഡ് ഏതെങ്കിലും ബ്രെഡ്. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഏതോ ഒരു ബ്രെഡിന്റെ പേരും പറഞ്ഞ് പെട്ടെന്ന് സാധനം എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കുളമാക്കി. അവിടെ സീക്രട്ട് മെനു എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ബോർഡിനകത്ത് കണ്ട ഏതോ ഒരു സാധനം അങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. 261 റുപ്പീസാണ് സബ്വേന്ന്. ഞാൻ മേടിച്ചത് ചിക്കൻ ടെരിയാക്കി സാൻഡ്വിച്ച്. കാരണം അവിടെ സീക്രട്ട് മെനു എന്ന് പറഞ്ഞ സാധനം ഇല്ല. കൊള്ളാമല്ലേ, നല്ല പാക്കിങ്. ഓ, ഇത് പോയി ഭയങ്കര സൈസാണല്ലോ ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നില്ല. ടേസ്റ്റ് അറിയുന്നില്ല. അത് ചേച്ചി അപ്പോഴേ ചോദിച്ചു ആ സോസ് എന്തെങ്കിലും ആഡ് ചെയ്യണോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ചിലപ്പം വിശപ്പില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു സ്മോക്കി ഫ്ലേവർ ഒക്കെ ഉണ്ട് ഇതിന്. ജ്യൂസി. ഓർഡർ എ ജാപ്പനീസ് ഡ്രിങ്ക്. ഞാനിങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സിൽ ജാപ്പനീസ് ഫുഡും ഡ്രിങ്കൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ എങ്ങുമില്ല. പക്ഷെ ഫൈനലി എനിക്ക് ബ്ലിങ്കിറ്റിൽ നിന്ന് ഒരു സാധനം കിട്ടി. മാച്ച ലാറ്റെ. ഈ ജപ്പാനിലെ ആളുകൾക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മാച്ച എന്ന് പറയുന്നത്. എല്ലാവരും ഈ കുടിച്ചിട്ട് ഒരുമാതിരി ഓഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇടും. പക്ഷെ നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. ഇതൊരുമാതിരി ചെളിവെള്ളം കളിക്കാറുണ്ട്. പച്ച കളറല്ല. എനിക്കൊന്ന് മിൽക്ക് ഷേക്കാന്ന് തോന്നുന്നു. ഇതെല്ലാം കുടിച്ചു നോക്കാവേ. ഇതാണ് മാച്ച. പക്ഷെ നമുക്കിത് കുടിച്ച് തീർത്താൽ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് മക്ഡൊണാൾഡ്സിലെ ഏറ്റവും എക്സ്പെൻസീവ് ബർഗറാണ്. നമ്മളങ്ങനെ മക്ഡൊണാൾഡ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ത്രൂവിലോട്ട് പോവാണ്. ഹലോ,
ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ ഏതാ ഉള്ളേ? മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ ഏതാ ഉള്ളേ? കേൾക്കുന്നില്ല. മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ ഏതാ ഉള്ളേ? അടുത്ത കൗണ്ടറിലേക്ക് വരാമോ? ക്ലിയർ അല്ല. ഓക്കെ, അടുത്ത കൗണ്ടറിലേക്കാ. ഇവിടുത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ ഏതാ ഉള്ളേ? അത് പറഞ്ഞു. 2 minutes ഫുഡ് കിട്ടിയത് സ്മോൾ ഫ്രൈസ് ഫ്രീ ആയിട്ട്. നമ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഇന്ന് എൻ്റെ കൂടെ കൂട്ടിന് കുറച്ച് 2 പേര് വന്നിട്ടുണ്ട്. പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് കണ്ണൻ. മതി അവൻ്റെ കൂടെ. എന്റെ പേര് ഗോകുൽ. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു അല്ലേ? നമുക്കിനി ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുമോ നോക്കാം. ഇപ്പൊ 31. താങ്ക് യു. ഓക്കെ, ഒരു കാര്യമില്ലായിരുന്നു. അപ്പൊ ഇതാണ് മക്ഡൊണാൾഡ്സിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ബർഗർ. ഇത് നമുക്ക് ഫ്രീ കിട്ടിയ, കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസ്. ബീജം ഇട്ടോ. കൊള്ളാം. കൊള്ളാല്ലേ? രാവിലത്തെ കണക്കുള്ളോ? അടുത്തായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പാനിപൂരി സെന്ററിൽ പോയിട്ട് ആ കടയിൽ നിൽക്കുന്ന ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ട് അത് കഴിക്കണം. भैया आपका फेवरेट क्या है इसमें? सब ആ സമൂസ ചാറ്റ് ചെയ്തു. ചേട്ടന്റെ ഫേവറേറ്റ് സമൂസ ചാറ്റാണ്. വാവ്, അതിലേക്ക് ഒഴിച്ചു. ഫസ്റ്റ് ബൈറ്റ്. ഇത്ര നേരം അമേരിക്കൻ ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒരു ഇന്ത്യൻ ഫുഡ് കഴിച്ചത്. എക്സ്പ്ലോഷൻസ്. ഞാൻ രാവിലെ തൊട്ട് നിന്ന് മടുത്തറ. അതുകൊണ്ട് നീ കഴിച്ചോ. നല്ലതാ ബ്രോ. ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഏതാണോ? എന്നാ തരും. KFCയിലെ മോസ്റ്റ് സ്പൈസിയസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ പിള്ളേരായിരുന്നു ഈ ഫാസ്റ്റ് ഫുഡ് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം പ്രായമുള്ളവരാണ് മൊത്തം. ഇവിടെ ഇങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. ഇവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് കഴിക്കണം. KFC നമ്മുടെ സാധാരണ ലോ ക്ലാസ് ആണെങ്കിലും ഹൈ ക്ലാസിനെ പോലെ ബിഹേവ് ചെയ്യണം. നമ്മൾ ലോ ക്ലാസ് ആണെങ്കിലും ഹൈ ക്ലാസിനെ പോലെ ബിഹേവ് ചെയ്യണം. ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ്. ഫിംഗർ ലിക്കിങ് ഗുഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എഴുതിയത് കറക്റ്റാ. ഞാൻ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഫുഡ് കഴിക്കരുത്. ഇതൊന്നും ഹെൽത്തി അല്ല, ഇതൊക്കെ അഴുക്കാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പൊ തന്നെ എന്റെ വയറിൽ നിന്ന് ഗുളുഗുളു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നിർത്തത്തില്ല. സോ നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഒരു തട്ടുകടയിലേക്കാണ്. അടുത്തായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ദേശീയ ഫാസ്റ്റ് ഫുഡായ പൊറോട്ടയും ചിക്കനുമാണ്. രാവിലെ തൊട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ കഴിക്കാൻ പോകുന്നത് ബാർബിക്യൂവും പൊറോട്ടയാണ്. അതുകൊണ്ട് ബാർബിക്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു വിധത്തിൽ ഞാൻ പൊറോട്ടയും കൂടെ കഴിച്ച് മാനേജ് ചെയ്തു. അടുത്തായിട്ട് ഞാൻ കഴിക്കേണ്ടത് ഒരു ചൈനീസ് ഫുഡാണ്. പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്നും പോയി കഴിക്കുന്നില്ല, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഞാനൊരു കപ്പ് നൂഡിൽസ് അങ്ങ് ഓർഡർ ചെയ്തു. ഇത് പക്ഷേ ചൈനീസ് അല്ല, കൊറിയൻ ആയിപ്പോയി. പക്ഷെ എന്തായാലും നമുക്ക് കഴിക്കാം. എനിക്ക് ഈ കപ്പ് നൂഡിൽസിനോട് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം വേസ്റ്റാണ്. ഇതിനകത്ത് മുളകൊക്കെ ഉണ്ട്. ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് കുറേ സീസണിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചിടുകയാണ്. തിന്ന് ചാവട്ടെ. ഞാനിത് കഴിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കാൻ നോക്കരുത്, ചത്തു. എരുവുണ്ട്. ചുമ്മാ ഒന്നുമല്ല അമ്മ പേരിട്ടത്. കൊറിയൻ സ്പൈസി രാമൻ തന്നെയാണ്. ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കഴിപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഇല്ല, ഇതൊന്നും നമ്മുടെ മാഗിയുടെ ഏഴെഴുത്ത് വരത്തില്ല. എൻ്റെ ചുണ്ടൊക്കെ വീഴുന്നു. അപ്പം ഞാനിത് കഴിച്ച് തീർക്കട്ടെ. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുമാതിരി തലയ്ക്ക് പിടിച്ച അവസ്ഥയാണ്. നമ്മൾ ഹെൽത്ത് വെച്ചാണ് കളിക്കുന്നത്. ഇതെന്നെ കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ. ഞാൻ ഇതൊക്കെ ഒരു ചലഞ്ചിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ആളുകൾ ഇങ്ങനെ എക്സസീവ് ആയിട്ട് ഫാസ്റ്റ് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. US-ലെ മെക്കലൻ, ദ മോസ്റ്റ് ഒബീസിറ്റി ഇൻ ദ വേൾഡ്.
2-ൽ-1 ഇവിടെ ഒബിസിറ്റി ഉണ്ട്. ബിക്കോസ് ഓഫ് ദ ഫാസ്റ്റ് ഫുഡ്. പലർക്കും എക്സസ് വെയിറ്റ് ആണ്, പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡൊക്കെ ഒക്കേഷണലി നല്ലതാണ്, പക്ഷേ അതൊരു റുട്ടീൻ ആക്കരുത്.